ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിലുള്ളൊരു റിസോർട്ടിലേക്കാണ്. നമ്മൾ കുറച്ച് കാലമായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രൈവറ്റ് പൂൾ വില്ല അന്വേഷിച്ച് നടക്കുമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു റിസോർട്ടിനെ പറ്റി അറിഞ്ഞത്. അപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ റിസോർട്ട് 2024 തുടങ്ങിയിട്ടുള്ള റിസോർട്ടാണ്. റിസോർട്ടിൻ്റെ പേര് ഹയാഷി റിസോർട്ട് എന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് റിസോർട്ടിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെയാണ് അവരുടെ ഓഫീസ് വരുന്നത്. ഇങ്ങനെ മരം കൊണ്ടുള്ള കുറച്ച് ഡെക്കറേഷൻ വർക്ക്സൊക്കെ അവർ ചെയ്തിട്ടുണ്ട് എൻട്രൻസിൽ. അതൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലം വെച്ച് ചെയ്ത റിസോർട്ടൊന്നുമല്ല. ഒരു അത്യാവശ്യം നമുക്കൊരു സ്റ്റേക്കേഷനൊക്കെ പറ്റിയിട്ടുള്ള 1 ഡേ സ്റ്റേക്കേഷനൊക്കെ പറ്റിയിട്ടുള്ള റിസോർട്ടാണ്. ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ഫ്രണ്ട് ഗേറ്റ് വ്യൂ ഒക്കെയാണ് കേട്ടോ. പിന്നെ ചെക്ക് ഇൻ വരുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കും ചെക്ക് ഔട്ട് വരുന്നത് മോർണിംഗ് 11 മണിക്കുമാണ്. നമുക്ക് ചെക്ക് ഇൻ്റെ സമയത്ത് 12 മണിക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ അതും അവർ ഓക്കെ പറയുമായിരുന്നു. അങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടുത്തെ സ്റ്റാഫൊക്കെ ആയിട്ട് നമുക്കുണ്ടായിരുന്നത്. സ്ഥലം വരുന്നത് മേപ്പാടി ചൂരൽമല റോഡിലാണ് കേട്ടോ. ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കോമൺ സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയുള്ള തേയിലത്തോട്ടം ഒക്കെ ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അതൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് സ്ഥലം മേപ്പാടിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ നിയറസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള സൂചിപ്പാറ വാട്ടർഫോൾസ്, 900 കണ്ടി, ഗ്ലാസ് ബ്രിഡ്ജ്, അങ്ങനെയുള്ള ഇതൊക്കെ 5 കിലോമീറ്ററിൻ്റെ ചുറ്റളവിലാണ് വരുന്നത് കേട്ടോ ഈ റിസോർട്ടിൻ്റെ. അപ്പം ഈ റിസോർട്ടിൻ്റെ പല പല ഏരിയയിലുള്ള കോട്ടേജുകളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 10ഓളം കോട്ടേജസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിലൊന്നാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള പ്രൈവറ്റ് പൂൾ വില്ല എന്ന് പറയുന്നത്. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് പറയാൻ കാരണം സാധാരണ പ്രൈവറ്റ് പൂൾ വില്ലാസൊക്കെ നല്ല റേറ്റ് വരാറുണ്ട്. ഇവിടെ 10,000-നാണ് നമുക്ക് 1 ഡേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതാണ് നമ്മളുടെ റൂമിൻ്റെ ഇൻറ്റീരിയർ വ്യൂ എന്ന് പറയുന്നത്. നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരുന്നു നമ്മൾ വന്നപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാണ് റൂമിൻ്റെ വ്യൂ. അവിടെ TV ഉണ്ടായിരുന്നു, AC ഉണ്ടായിരുന്നു, കിറ്റിൽ അങ്ങനെ വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ വൈഫൈ നമുക്ക് കണക്ട് ചെയ്യാൻ ഫ്രീ ആയിരുന്നു, വൈഫൈ ഉണ്ടായിരുന്നു. പിന്നെ ഈവനിങ് സ്നാക്സും പഴംപൊരി ചായ അതും പിന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്കുണ്ടായിരുന്നു. ഇതാണ് പൂൾ വ്യൂ, നമ്മളുടെ പ്രൈവറ്റ് പൂൾ വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ സീറ്റിങ്ങൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് രാത്രി ഭക്ഷണം കഴിക്കാനും ഒക്കെ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. അപ്പം ഇവിടെ ഇരുന്നുകൊണ്ടാണ് നമ്മൾ നോക്കുമ്പോൾ പുറത്തേക്കുള്ള വ്യൂ എന്ന് പറയുന്നതും ഈ പറഞ്ഞ തേയിലത്തോട്ടം, അപ്പുറത്തൊരു പള്ളിയൊക്കെയാണ്. അപ്പം നല്ല വ്യൂ ആയിരുന്നു പുറത്തോട്ട് നോക്കുമ്പോൾ കിട്ടിയിരുന്നത്. നന്നായിട്ട് അവർ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം 2024 റിസോർട്ട് ആയതുകൊണ്ട് തന്നെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ മാനേജ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ചെക്ക് ഔട്ട് സമയത്ത് തന്നെ സ്റ്റാഫ് വന്നിട്ട് ക്ലീൻ ചെയ്യുമായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നു. കറക്റ്റ് 11 മണിക്ക് തന്നെ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ വന്നിട്ട് നോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അവരുടെ പുറത്തുള്ള വ്യൂസാണ്. നമ്മളുടെ പ്രൈവറ്റ് പൂൾ വില്ലയുടെ അപ്പുറത്തുള്ള കോട്ടേജുകളുടെ വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുട്ടികൾക്ക് പറ്റിയ കളിക്കാൻ പറ്റിയ പ്ലേയിങ് ഏരിയ പോലെയൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ട്രീ ഹട്ടും കൂടി അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഷട്ടിൽ കളിക്കാനും ഒക്കെ ഉള്ള ഒരു സ്പേസ് അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് പ്ലേ ഏരിയ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ട്രീ ഹട്ട്. അതിൻ്റെ മുകളിൽ കയറി നിന്നാൽ നമുക്കൊരു ട്രീ വ്യൂ കാണാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ഊഞ്ഞാലൊക്കെ കൊടുത്തിട്ട് ഒരു ജസ്റ്റ് ഈവനിങ്ങൊക്കെ നമുക്ക് വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ട്രീ ഹട്ടിൻ്റെ വ്യൂ കേട്ടോ. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ആവറേജ് ഫുഡായിരുന്നു. ചൂടോടെ അവർ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 2,000 അവർ അഡ്വാൻസ് വാങ്ങിയിട്ടാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി 8,000 ചെക്ക് ഔട്ട് സമയത്താണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സ്റ്റേക്കേഷനൊക്കെ പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൈവറ്റ് പൂൾ വില്ലയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്